നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലോജിക്ക് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നലെ നമ്മൾ കണ്ടതാണ്, വലിയൊരു വോളട്ടൈൽ മൂവ് താഴത്തേക്ക് നടത്തി ഡേ ലോ ഓൾമോസ്റ്റ് ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം വലിയ രീതിയിൽ മാർക്കറ്റ് പുഷ് ചെയ്തു. ഇന്നലെ നിങ്ങൾ കണ്ടത് നമ്മൾ ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത്, ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈനിന് താഴെ. അതിനുശേഷം നമ്മൾ നമ്മുടെ ആക്ച്വൽ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള സാധാരണ വെക്കുന്ന 0.5%ലേക്ക് കയറ്റി വെച്ചു. അത് ഏതാണ്ട് ഈ ഒരു ലൈനോടടുത്താണ് വന്നത്. ലാസ്റ്റ് മൂമെൻറ്റ് വന്നിട്ട് മുകളിലേക്ക് മാർക്കറ്റിന് പലവട്ടം ശ്രമിച്ചിട്ടും ഈ ഒരു ലൈനിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ ഒത്തിരി നേരം അവിടെ നിന്നു. പിന്നെ മാർക്കറ്റ് വലിയൊരു ഫോള് തന്നു. ഡേ ലോ ഓൾമോസ്റ്റ് ഓപ്പണിംഗ് റേഞ്ച് ഒന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസും ഹിറ്റായി. അതിന് ശേഷം നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്ന പോലെ തന്നെ നമ്മളുടെ ടാർഗറ്റ് 1:2 വരുന്നത് 330 അതിലേക്ക് വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തു. സോ ഇന്നലത്തെ നമ്മുടെ ലോജിക്ക് കൃത്യമായിരുന്നു, കറക്റ്റായിരുന്നു. പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ച് ഇവിടെയാണ് നമ്മൾ വെച്ചിരുന്നത്. പക്ഷേ അത്ര നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കാറില്ല. മാർക്കറ്റ് നമുക്ക് അനുകൂലമായി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 0.5ലേക്ക് ചുരുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് കയറ്റി വെച്ചു. ആ സ്റ്റോപ്പ് ലോസ് പിന്നീട് വന്നിട്ട് എടുത്തു അവസാന നിമിഷം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മാർക്കറ്റിൽ ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. ഇന്നലെ അതിനൊരു വലിയ ഉദാഹരണമായിരുന്നു. തീർച്ചയായിട്ടും ഇത് കട്ട് ചെയ്ത് നമ്മുടെ ടാർഗറ്റ് ഇങ്ങോട്ടേക്ക് തരേണ്ടതാണ്. പക്ഷേ അവിടെ മാർക്കറ്റിന് പോകാൻ പറ്റാതെ വന്നപ്പോൾ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വന്നു. മാക്സിമം എടുത്തു. ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസ് എല്ലാം എടുത്തിട്ട് നമ്മുടെ അടക്കം സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോയി. ഇതാണ് ഇന്നലെ സംഭവിച്ചത്. അപ്പോൾ ആ അൺസർട്ടൈനിറ്റി മാർക്കറ്റിൽ എപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം കൂടിയായി. ഓക്കെ, ഇനി ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് കുറച്ച് ദിവസമായിട്ട് ഈ ഒരു റേഞ്ച് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇന്നലെ അതിനുള്ളിൽ കയറിയിട്ട്, അതായത് ഈ ലൈനിനെ ക്രോസ് ചെയ്തിട്ട് ഇന്നലെ ക്ലോസിങ് തന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാലത്തെ ഓപ്പൺ ചെയ്ത് തന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ മുകളിലാണ്. അപ്പോൾ ഈ ഒരു ബഫർ സോണിൻ്റെ മുകളിൽ ഇത് ഓപ്പൺ ചെയ്തു, മുകളിലേക്ക് നല്ലൊരു മൂവ് തന്നു. അപ്പോഴൊന്നും നമ്മൾ എൻട്രി എടുത്തിട്ടില്ല. നമ്മൾ എൻട്രി എടുത്തത് അതിന് ശേഷം മാർക്കറ്റ് തിരിച്ചിവിടെ എത്തിയപ്പോഴാണ്. ഈ ഒരു സപ്പോർട്ട് ലൈനിൽ വെച്ചിട്ട് ഫസ്റ്റ് എൻട്രി എടുത്തു. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി അവിടെ എടുത്തു. മാർക്കറ്റ് പിന്നെയും താഴത്തേക്ക് പോരുന്നത് കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇവിടെ വരെ വന്നേക്കാം. ഒരു ക്വാണ്ടിറ്റി അവിടെയും എടുത്തു. പിന്നീടും താഴത്തേക്ക് ഫോളോ ചെയ്തപ്പോൾ ഇവിടെ വരെ വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബൈ ഓർഡർ, ലിമിറ്റ് ഓർഡറായിട്ട് തന്നെ ഇട്ടിരുന്നു. 331 അത് ഈ ഒരു ക്യാൻഡലിൽ അത് ഹിറ്റ് ചെയ്തു. അങ്ങനെ 3 ക്വാണ്ടിറ്റിയാണ് മൊത്തം ഇന്ന് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ഇനിയാണെങ്കിൽ പോലും മാർക്കറ്റ് ഇവിടുന്ന് ഫോളോ ചെയ്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത്. ഇതൊരു നല്ല സപ്പോർട്ട് ലൈൻ ആകേണ്ടതാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കഴിഞ്ഞിട്ട് താഴത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. അത് വെച്ചേക്കുന്നത് ഇപ്പോൾ 0.5% ആണ്. അപ്പോൾ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാം. അതാണ് നമ്മളിത് പ്രതീക്ഷിക്കുന്നത്. നിഫ്റ്റി ഇൻഡെക്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈനിനെ നല്ല സപ്പോർട്ടായിട്ട് ഇവിടെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇത് നമ്മൾ ഇന്നലത്തെ ആ റേഞ്ച് ടെസ്റ്റ് ചെയ്തിട്ട് മുകളിലേക്ക് വെച്ചതാണ്. അപ്പോൾ ആക്ച്വലി വരുന്നത് ഇത് മധ്യഭാഗമാണ്. ഏത് കഴിഞ്ഞ ദിവസത്തെ ടോട്ടൽ റേഞ്ചിനെ നമ്മൾ മുകളിലേക്ക് അളന്നിരുന്നു. അത് മിനിഞ്ഞാന്നത്തെ ടോട്ടൽ റേഞ്ചിനെയാണ് മുകളിലേക്ക് അളന്നത്. അതിൻ്റെ മധ്യഭാഗമാണിത്. സോ ഇതിന് അത്രയ്ക്ക് വാലിഡിറ്റി ഇന്ന് വരാൻ സാധ്യതയില്ല. കാരണം അത് 2 ദിവസം മുന്നേ ഉള്ളതാണ്. ഇന്ന് ഇത് ഒരു സപ്പോർട്ടായിട്ട് മാറാനാണ് സാധ്യത, ഇന്നലത്തെ ഡേ ഹൈ. അപ്പോൾ ഈ ഒരു റേഞ്ച് നമുക്കിവിടെ കാണാം. ഈ ഒരു റേഞ്ചിലാണ് ഇന്ന് മാക്സിമം ലിക്വിഡിറ്റി ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ മാർക്കറ്റ് ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകാനാണ് ഇൻഡെക്സിനൊരു പ്രതീക്ഷ നമുക്കുള്ളത്. ഒപ്പം തന്നെ ഇന്നത് എത്ര മുകളിലേക്ക് പോകാമെന്നുള്ളതും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഒന്ന് മെഷർ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. കാരണം ഓൾ ടൈം ഹൈയിലാണ് മാർക്കറ്റ് ഉള്ളത്. അങ്ങനത്തെ സ്റ്റേജിൽ നമുക്ക് മുന്നോട്ടേക്ക് എത്രമാത്രം പോകാമെന്നുള്ളത് മുന്നിലത്തെ റെഫറൻസ് പോയിൻറ്റുകളൊന്നുമില്ല. അപ്പം നമ്മൾ സാങ്കല്പികമായിട്ട് അത് കണ്ടെത്തണം. അത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസത്തെ ടോട്ടൽ റേഞ്ച് നമ്മൾ മെഷർ ചെയ്ത് അതിനെ തന്നെ മുകളിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് അതിൻ്റെ ഹൈ നമുക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ മിഡിൽ പോർഷൻ എത്ര വരെ വരാം അതും കൂടെയാണ് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാവുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന അതിൻ്റെ മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് ഏകദേശം ഇന്നലെ വെച്ചേക്കുന്ന ആ ഒരു നമ്മൾ മാർക്ക് ചെയ്ത സെയിം ഒരു ലൈൻ തന്നെയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് വീണ്ടും പുതുക്കി വയ്ക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാന ഇതൊരു റെസിസ്റ്റൻസ്, പിന്നെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ആവാം. അപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ
ഈ ഹൈയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാം. അതാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മുടെ സ്റ്റോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. താഴത്തേക്ക് പോരുവാണെങ്കിൽ അത് നമുക്ക് ലോസ് എന്ന് കിട്ടും. അതല്ല എങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ടാർഗറ്റ് വെക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ 1.19% നമ്മുടെ എക്സിറ്റ് വരുന്നത്. നമ്മൾ കൂടുതലൊന്നും ഇന്ന് പ്ലാൻ ചെയ്യുന്നില്ല. ഇന്ന് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അധികം താമസിയാതെ ഇവിടെ ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ടാർഗറ്റ് അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. അപ്പോൾ ടാർഗറ്റായിട്ട് നമ്മൾ ബൈ ഓർഡറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു സെൽ ഓർഡർ 3 ക്വാണ്ടിറ്റി സെൽ ഓർഡർ 335 രൂപ 50 പൈസയിൽ. ട്രിഗർ സെല്ല് 335 രൂപ 50 പൈസയിൽ ട്രിഗർ ആയാൽ പിന്നെ മാർക്കറ്റ് എക്സിറ്റ് എടുക്കുവാണ്. അവിടെ ട്രിഗർ പ്രൈസ് ഷുഡ് ബി ലെസർ ദാൻ ലിമിറ്റ് പ്രൈസ്. ഇത് നമ്മൾ ടാർഗറ്റ് ഓർഡറാണ്. ടാർഗറ്റ് ഓർഡർ ഒരിക്കലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സെല് ചെയ്യാനായിട്ടുള്ള ഓർഡർ നമുക്കിവിടെ ലിമിറ്റായിട്ടേ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ട്രിഗർ അങ്ങ് മാറ്റണം. ലിമിറ്റാക്കി മാർക്കറ്റ് എന്നുള്ളത് അൺചെക്ക് ചെയ്തു. അപ്പോൾ ലിമിറ്റ് ഓർഡറായി. അതിന് ശേഷം നമുക്കിവിടെ ടാർഗറ്റ് ഓർഡർ ലിമിറ്റ് പ്രൈസ് വെക്കണം 335 രൂപ 50 പൈസ. ഓക്കെ, സെല്ല് 3 ക്വാണ്ടിറ്റി. അപ്പോൾ അവിടെ നമ്മൾ ആ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുമ്പിൽ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഇതിൽ രണ്ടിലൊന്ന് ട്രിഗർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെല്ല് ചെയ്ത് പൊക്കോളും. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിടക്കുന്ന ഓർഡർ നമ്മൾ ആ സമയത്ത് സ്ക്വയർ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ ഡോമിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് മാറി മാറി വരുന്നുണ്ട്. അതായത് ബൈയിങ് സൈഡിൽ വലിയ ക്വാണ്ടിറ്റി ഈ 31 വരുമ്പോൾ കാണിക്കുന്നുണ്ട്. 40,000 50,000 ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് മുകളിലത്തെ സൈഡിലും വലിയ ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട്. സോ മാർക്കറ്റ് ആക്ച്വലി ഒരു ഡയറക്ഷൻ ഇന്ന് കൺഫേം ചെയ്തിട്ടില്ല. മുകളിലേക്ക് കുറച്ചധികം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് അപ്പർ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയേക്കാം. അതല്ല താഴത്തേക്ക് പോരുവാണെങ്കിൽ താഴത്തേക്കും പോരാം. ഏത് സൈഡിലേക്കും പോകാം. മാർക്കറ്റിൻ്റെ തീരുമാനമൊന്നും അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇതുവരെ കാണാൻ പറ്റുന്നില്ല. പിന്നെ ഒരു സൂചനയായിട്ട് നമ്മൾ കണ്ടേക്കുന്നത് ഇതാ ഇവിടെ വരെ പോയി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഇത്രയും അങ്ങോട്ട് പോയാൽ ഇതിനൊന്നും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പർ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനും ഒരു 2% മാർക്കറ്റിൽ നിന്ന് ചേഞ്ച് തരാനും 1.5 to 2% ചേഞ്ച് തരാനും ഒരു സാധ്യതയാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ 2% എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം എവിടം വരെ പോകും. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ലോ ഇതാണ്. ഇപ്പോൾ 2% എന്ന് പറഞ്ഞാൽ ദാ ഇവിടെ വരെ 337 രൂപ 20 പൈസ വരെ മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ടാർഗറ്റ് അതിനുള്ളിലാണ് വരുന്നത്. ഇനി 3 ആണ് ഇതിൻ്റെ ആവറേജ് ട്രൂ റേഞ്ച്. നമുക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ആവറേജ് ട്രൂ റേഞ്ച് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ONGCയുടെ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ONGC എടുത്തു. അതിന് ശേഷം നമ്മളിത് ഡേ ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്യണം. എന്നിട്ട് ATR എടുക്കാനായിട്ട് ഇവിടുന്ന് ആവറേജ് ട്രൂ റേഞ്ച് എടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറയുന്നത് 9 രൂപയായിട്ടാണ് അവിടെ കാണിക്കുന്നത്. 9 രൂപ 33 പൈസ. നിങ്ങൾക്ക് ഈ ATRൻ്റെ നേരെ ഇവിടെ എഴുതി കാണിക്കുന്ന ഫിഗറാണ് കേട്ടോ. 9 രൂപ 33 പൈസ. അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോഴത്തെ പ്രൈസ് 331 രൂപയാണ്. 331 രൂപ 75 പൈസ. 331 നമുക്ക് കണക്കൂട്ടാം. നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം. ട്രൂ റേഞ്ച് നമ്മൾ കണ്ടത് 9 രൂപ 33 പൈസ. രൂപ 33 പൈസ ഡിവൈഡഡ് ബൈ 331 രൂപ 60 പൈസയാണ് ഇപ്പോഴത്തെ വില. അപ്പം 331 രൂപ വെച്ച് നമുക്ക് കണക്കൂട്ടാം. ഈക്വൽ ടു 2.8 ആണ്. അതായത് ഇൻറ്റു 100 കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് പെർസെൻറ്റേജിലായി 2.81% ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നമ്മൾ കണ്ടുപിടിച്ചത് 2 ഇവിടെയാണ് 2%. അപ്പോൾ 2.8 എന്ന് പറയുമ്പോൾ ഇതും കവർ ചെയ്ത് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതാ ഇവിടെ നമ്മൾ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്.
ലോയിൽ നിന്ന് ഇത് 2% ഇവിടെ വരെയാണ്. അപ്പോൾ 2.81 മാക്സിമം ഇത്ര വരെ അക്കോർഡിംഗ് ടു ATR മാർക്കറ്റിന് പോകാം. കാരണം ആവറേജ് ഇതാണ്, 14 ദിവസത്തെ ആവറേജ് ഇതാണ്, ഇവിടെ വരെ പോകാവുന്നതാണ്. ഇവിടെ വരെ നമ്മൾ നമ്മുടെ ടാർഗറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം കിട്ടാവുന്നത് 1:4 വരെ കിട്ടാം. പക്ഷേ ഇന്ന് ഇതിൻ്റെ മുമ്പിൽ നമുക്ക് നോക്കിയിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോയിന്റിൽ നമ്മൾ എക്സിറ്റ് എടുത്തിട്ട് പോകാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ 1:2 ആണ് ഇത് വരുന്നത്. അതിലേക്ക് നമ്മൾ എക്സിറ്റ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ മിക്കവാറും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണോ ഹിറ്റ് ചെയ്തിട്ടുള്ളത്, ടാർഗറ്റ് ആണോ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നല്ലൊരു പുഷ് മാർക്കറ്റ് ഇപ്പോൾ മുകളിലേക്ക് തരുന്നുണ്ട്. അത് ഇനി എത്ര നേരം കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. ഒപ്പം തന്നെ ഇൻഡെക്സ് നമ്മൾ തിരിച്ചു പോവുകയാണ്. നിഫ്റ്റി ആ ഒരു പ്രൈസിൽ എന്തായാലും സപ്പോർട്ട് എടുക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്വിംഗ് ഹൈ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നിഫ്റ്റിയും അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. നമ്മൾ പറയുന്ന എല്ലാം സാധ്യതയാണ്. മാർക്കറ്റിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നത് എപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണം. ഒരു എൻട്രി നമ്മൾ ലോജിക്കലി എടുക്കുക, ചിന്തിച്ചിട്ട് അതിനൊരു കാരണം കണ്ടെത്തുക, അവിടെ നമ്മൾ എൻട്രി എടുക്കുക. എൻട്രി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനകത്ത് ഒറ്റ കാര്യത്തിലെ കൺട്രോളുള്ളൂ. നമുക്ക് എത്ര രൂപ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം അത് കണക്ക് കൂട്ടുക, അത്രയും അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അന്ന് ചെയ്യാൻ അത്രേ ഉള്ളൂ. പിന്നെ ടാർഗറ്റ് എന്ന് പറയുന്നത് മിനിമം 1:2 എബോ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് എപ്പോഴും ചെയ്യേണ്ടത്. അതർവൈസ് 1:3 or 4 ഒക്കെ എടുക്കാം സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് എത്രമാത്രം ഹയർ നമുക്ക് കിട്ടുന്നു എന്നുള്ളത് മാർക്കറ്റിൻ്റെ മൂവിനനുസരിച്ചിരിക്കും. അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. നമ്മുടെ കൺട്രോളിൽ ഒരേ ഒരു കാര്യമുള്ളൂ, എത്ര രൂപ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക എന്നുള്ളത്. അത് നമ്മൾ കണക്കൂട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 0.5 നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അക്കോർഡിംഗ് ടു മാർക്കറ്റ് സ്ട്രക്ചർ ഇതിൻ്റെ താഴത്ത് വെക്കേണ്ടത് കൊണ്ട് നമ്മൾ 0.57 വെച്ചിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഹയർ വോളിയത്തിൽ ഒരു ക്യാൻഡിൽ ഗ്രീനായിട്ട് കുറച്ച് നേരത്തിന് ശേഷം ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അതൊരു ട്രാപ്പിംഗ് ക്യാൻഡിലാവാം. അതല്ല എങ്കിൽ ആ ഒരു ബുള്ളിഷ് ട്രെൻഡ് അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ പിന്നെ ഇത് മാർക്കറ്റിനോടൊപ്പം തന്നെ ഓൾ ടൈം ഹൈയിലാണ് മാർക്കറ്റ് ഉള്ളത്. അതേപോലെ തന്നെ സ്റ്റോക്കും അപ്പർ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ നമുക്കിന്ന് നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അതിന് ശേഷം നമുക്ക് ടാർഗറ്റ് നേരത്തെ കിട്ടുവാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തിന് ശേഷം വീഡിയോ ക്ലോസ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ക്യാൻഡിൽ അതൊരു ട്രാപ്പിംഗ് ക്യാൻഡിൽ മേ ബി ആയിരുന്നിരിക്കാം. അപ്പോൾ ഹയർ വോളിയത്തിൽ ഒരു സെല്ലിംഗ് ക്യാൻഡിലായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈ ക്രോസ് ചെയ്ത് പോയി. അതിനുശേഷം വലിയൊരു ഓർഡർ കിടന്നുവെച്ചത് ഇതിൻ്റെ ഹൈയിലാണ്, അതായത് 32.80 അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 32.80 അവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. 50,000 മേലെ ഓർഡർ അവിടെയും ഉണ്ടായിരുന്നു. ഇനി 33 അതേപോലെ തന്നെ ഒരു 50,000 ഓർഡർ കാണിച്ചിരുന്നത്. സോ ഇപ്പോൾ ഒരു പുഷ് അപ്പർ സൈഡിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. വിത്ത് ബിഗ് വോളിയം അവിടെ വന്നിട്ടുണ്ട്. മേ ബി ഇതൊരു ട്രാപ്പിംഗ് ക്യാൻഡിൽ അല്ല എങ്കിൽ ആ ഒരു ട്രെൻഡ് മുകളിലേക്ക് തിരിഞ്ഞു എന്ന് നമുക്ക് ഏകദേശം ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങോടുകൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഒന്ന് പുഷ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴത്തേക്ക് ഇറങ്ങി വീണ്ടും തിരിച്ചു വരുന്നു. എന്തായാലും അപ്പർ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്നത് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. അറ്റ് ദ സെയിം ടൈം ഇതിന് ഒരു കൺഫർമേഷൻ കിട്ടാനായിട്ട് നമുക്ക് നോക്കാവുന്നതാണ് നിഫ്റ്റി 50. അപ്പോൾ ഇൻഡെക്സും സെയിം അവിടെ സപ്പോർട്ട് സ്ട്രോങ് ആകുന്നു, മുകളിലേക്ക് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് മനസ്സിലാക്കാം ഏകദേശം ഇവിടുന്ന് ഒരു റിവേഴ്സൽ ട്രേഡ്, ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് പോയതായിട്ട് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു റിവേഴ്സൽ ട്രേഡ് എടുക്കുന്നവർക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് അവിടെയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് ഈ ട്രെൻഡുകളുടെ ഇപ്പോൾ നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് ഏകദേശം ഇങ്ങനെയായിരിക്കും. ഈ പോയിന്റുകളെ കവർ ചെയ്തുകൊണ്ട് നമുക്കൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. കൃത്യമായി അവിടെ ടച്ച് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ പാറ്റേൺ ട്രേഡിംഗ് ഒക്കെ ഡേ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ, കാരണം 6 മണിക്കൂറുള്ളൂ, അതിനുള്ളിൽ വലിയ പാറ്റേൺസൊക്കെ നമുക്ക് ബിൽഡ് ചെയ്ത് അതൊക്കെ മൂവ് ചെയ്യുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ പാറ്റേൺ ട്രേഡിങ് നമ്മൾ ഈ പറഞ്ഞ പോലെ 6 മണിക്കൂറിനുള്ളിൽ അത് നടത്താറില്ല. അതർവൈസ് നമ്മൾ ശ്രമിച്ചപ്പോഴൊക്കെ കൂടുതലും റിസൾട്ട് നെഗറ്റീവായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ
റിവേഴ്സൽ ട്രേഡുകൾ, അതായത് 10 വർഷത്തിന് മുകളിലെ ഒരു സ്റ്റഡി ശാസ്ത്രീയമായി നടത്തിയതാണ് പാറ്റേൺസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ നടത്തിയ ഒരു ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കണ്ടിന്യൂഷൻ ട്രെൻഡുകളുണ്ട്, അതേപോലെ തന്നെ ട്രെൻഡ് റിവേഴ്സൽസ് ഉണ്ട്. ട്രെൻഡ് റിവേഴ്സൽസിന് ഒരു ഉദാഹരണമാണിത്. ഇപ്പോൾ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുവാണ്. ഇപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് ടച്ച് ചെയ്ത് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക മീൻസ് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. എപ്പോഴാണോ ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് റിവേഴ്സ് ചെയ്യുന്നത്, അപ്പോൾ ഇതിവിടെ ബ്രേക്ക് ചെയ്തു മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനെ ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയാം. അങ്ങനെ ട്രെൻഡ് റിവേഴ്സൽസും അതേപോലെ കണ്ടിന്യൂഷൻ ട്രെൻഡ്സും. അപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂഷൻ നമ്മൾ എന്താ പറയണേ, അതിൽ കണ്ടിന്യൂസ്, അതായത് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണ് നമ്മുടെ എൻട്രി സ്റ്റൈലെങ്കിൽ അങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് 52% പ്രോബബിലിറ്റി ഓഫ് വിൻ ഉള്ളത് എങ്കിൽ റിവേഴ്സൽ ട്രെൻഡ്സിന് പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. 76% വരെ, 70-നും 76%-നും ഇടയ്ക്ക് സക്സസ് റേഷ്യോ ഉണ്ട് ഏത് റിവേഴ്സൽ ട്രെൻഡുകൾക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ റിവേഴ്സൽ ട്രേഡുകൾ, ഇപ്പോൾ ട്രെൻഡ് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ റിവേഴ്സൽ ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ സാധ്യത അതിന് കൂടുതലാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ ഇവിടെ ഒരു ട്രെൻഡ് താഴത്തേക്കെന്ന് തോന്നിപ്പിച്ചു, അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം, എല്ലാവരെയും തന്നെ കൺഫ്യൂസ് ചെയ്യിക്കുക എന്നതാണ് മാർക്കറ്റിൻ്റെ പ്രധാന പണി. കാരണം റീറ്റെയിലേഴ്സിന് മാക്സിമം കൺഫ്യൂഷൻ ഉണ്ടാക്കി അവരെ തെറ്റിദ്ധരിപ്പിച്ചാൽ മാർക്കറ്റിന് അത് കംപ്ലീറ്റ് കൂടുതൽ പ്രോഫിറ്റാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേബിൾ ആകുവാണ്. രണ്ട് സൈഡിലും ഈക്വലായിട്ടുള്ള ഏകദേശം ഓർഡറാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കുറച്ച് മുന്നേ വരെ അങ്ങനെ അല്ലായിരുന്നു. ബൈയിങ് സൈഡിൽ കുറച്ച് ഹ്യൂജ് ഓർഡറുകളും സെല്ലിങ് സൈഡിൽ വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒപ്പത്തിനൊപ്പം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം മുകളിലേക്ക് കയറുമ്പോൾ ഇപ്പോൾ 33-ന് അടുത്തേക്കൊക്കെ വരും തോറും ഇവിടെ വളരെ വലിയ ഓർഡറുകൾ 50,000 ഒക്കെ ഒരു സൈഡിൽ തന്നെ, ഒരു ബ്ലോക്ക് തന്നെ 50,000 എബോയൊക്കെ കിടക്കുന്നതായിട്ട് കണ്ടായിരുന്നു. സോ ദാറ്റ് മുകളിലേക്ക് വന്നാൽ മുകളിലേക്ക് അത് ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ് തരും എന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ഡോമിൽ നോക്കിയാൽ കാണാം 31,000-ൽ 64,000 ഓർഡർ ഉണ്ടായിരുന്നു. അതിപ്പോൾ കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടുണ്ട്. അതാണ് വലിയൊരു മൂവ് ഇപ്പോൾ ആ ക്യാൻഡിൽ നടത്തിയേക്കുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഡേ ലോ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അവിടെ എന്ത് സംഭവിക്കും എന്നതാണ് നമുക്കറിയേണ്ടത്. ഡേ ലോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ 330 രൂപ 40 പൈസ. ഇവിടെ 330.50-ൽ 33,000 ഓർഡർ കിടപ്പുന്നത്. മൊത്തം ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ബൈയിങ് സൈഡിൽ 50,000-ന് മുകളിൽ ഓർഡർ ഉണ്ട്. സെല്ലിങ് സൈഡ് വളരെ കുറവാണ് കാണിച്ചേക്കുന്നത്. സോ ദാറ്റ് താഴത്തേക്ക് മാർക്കറ്റ് വേണമെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത് നിങ്ങൾക്കറിയാം, എവിടെയാണോ കൂടുതൽ വോളിയം കാണുന്നത് അങ്ങോട്ടേക്ക് മാർക്കറ്റ് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. മാർക്കറ്റ് എപ്പോഴും അങ്ങോട്ട് അട്രാക്റ്റ് ആയിട്ട് കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇത് താഴത്തേക്ക് പോകാനുള്ള സാധ്യത അവിടെ കാണുന്നുമുണ്ട്. സോ മേ ബി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും നമുക്കിന്ന് കിട്ടാൻ പോകുന്നത്. അതർവൈസ് ഡേയിലോ ടെസ്റ്റ് ചെയ്ത് സപ്പോർട്ട് എടുത്തിട്ട് അവിടുന്ന് മുകളിലേക്ക് വരാം. ഈ രണ്ട് സാധ്യതകളാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ആ ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്ത് ഒരു റീടെസ്റ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്വിംഗ് ഹൈ കട്ട് ചെയ്ത് മുകളിലേക്ക്, ഡേ ഹൈയും കട്ട് ചെയ്ത് മുകളിലേക്ക് പോവുക. അതാണ് നമുക്കിനി അവിടെ വേണ്ടി വരുന്നത്. അപ്പോൾ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തേക്കുന്ന ആ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നല്ല വോളിയം ഇപ്പോൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ക്യാൻഡിലുകൾ റെഡാണ് വെച്ചത്, അതെല്ലാം നല്ല വോളിയം ഉണ്ട്. സോ ദാറ്റ് ഇനി വരുന്ന ഒരു ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാം ക്ലിയർ ചെയ്ത് മേളിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുകളിലേക്കൊരു പുഷും നമുക്കവിടെ കിട്ടുന്നുണ്ടാവും. $330.40 ഇന്നത്തെ ഡേ ലോ വരുന്നത്. അപ്പോൾ അവിടെ എത്ര ഓർഡർ കിടപ്പുണ്ടെന്ന് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ അവിടെ കിട്ടും. അത് നമുക്കിവിടെ പക്ഷേ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഡേ ക്യാൻഡിലിൽ അല്ലെങ്കിൽ 4 ഹവറിൽ ട്രെൻഡ് റിവേഴ്സൽ ഡേയ്സ് അല്ലെങ്കിൽ സൈഡ് വേസ് പോകുന്ന ദിവസങ്ങളിലാണ് ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ ലോസ് വരാൻ സാധ്യതയുള്ളത്.
ഇപ്പോൾ ട്രെൻഡ് റിവേഴ്സൽ ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കാം, എങ്കിലും സൈഡ് വേസ് ഡേയ്സ് ഇപ്പോൾ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ ധാരാളം ദിവസങ്ങൾ സൈഡ് വേസ് മാർക്കറ്റ് വരാറുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ATRൻ്റെ കഥ പറയുന്നതിൻ്റെ പ്രാധാന്യം. അതായത് 2% എങ്കിലും മിനിമം ആവറേജ് ATR 14 ദിവസത്തിലുള്ള ഒരു സ്റ്റോക്ക് ആണെങ്കിൽ ആ സ്റ്റോക്ക് തീർച്ചയായിട്ടും 2% ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1.5% മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ, ഈവൻ സൈഡ് വേസ് ദിവസങ്ങളിൽ പോലും ഒരു 1.5% അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് 1:2 കിട്ടാനുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും മാർക്കറ്റിൻ്റെ ലോയിൽ നിന്ന് 1.5% നമ്മൾ ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്തേക്കുന്നത്. അത് ഈ എൻഡ് വരെയാണ്. അപ്പോൾ 1.5% ഇന്നും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ കാണുന്നത്, കണ്ടോ 1.55 ഉണ്ട്. അപ്പോൾ അത്രയും മാത്രം മൂവ് ചെയ്താൽ മതി, നമുക്ക് ടാർഗറ്റ് കിട്ടുന്നുണ്ട്. സോ നമ്മുടെ എൻട്രി ക്രൈറ്റീരിയ, നമ്മുടെ സ്ട്രാറ്റജി കറക്റ്റ് ആണെങ്കിൽ ഒരു 2% ചേഞ്ചിനുള്ളിൽ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് എല്ലായ്പ്പോഴും കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇത്ര നേരം ഇതൊരു സപ്പോർട്ടായിട്ടായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് താഴ്ത്താണ് നിൽക്കുന്നത് മാർക്കറ്റ്. എന്നിരുന്നാൽ പോലും ആക്ച്വൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വരച്ചേക്കുന്ന സപ്പോർട്ട് ലൈൻ ഇവിടെയാണ്. സോ അതിന് മുകളിൽ സപ്പോർട്ട് കൺഫേം ആയിക്കഴിഞ്ഞാൽ, അത് ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് നമ്മുടെ സൈഡിലേക്ക് സാധ്യതയുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്തായാലും ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് താഴത്തേക്കുള്ളൊരു ട്രെൻഡായിരിക്കാം സംഭവിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡോമിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലോവസ്റ്റ് പോയിൻ്റ് നിൽക്കുമ്പോൾ പോലും സെല്ലിംഗ് സൈഡ് വോളിയം കുറച്ചധികം കൂടുതൽ കാണിക്കുന്നുണ്ട്, 37,000 കാണിക്കുന്നുണ്ട്. ബൈയിങ് സൈഡ് 30 കാണിക്കുന്നുള്ളൂ. സോ ഇവിടുന്ന് മാർക്കറ്റ് അങ്ങനെയാണെങ്കിൽ തിരിച്ച് സപ്പോർട്ടായിട്ട് റിവേഴ്സ് ചെയ്ത് മുകളിലേക്ക് പോരും എന്നാണ് ഒരു പ്രതീക്ഷ ഇത് കണ്ടിട്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓൾറെഡി കുറേശ്ശെ മുകളിലേക്ക് കയറി തുടങ്ങിയതായിട്ടാണ് കാണിക്കുന്നത്. സോ ആ സപ്പോർട്ട് അവിടെ കൺഫേം ചെയ്ത് തിരിച്ച് ടാർഗറ്റിലേക്ക് ഒരു പക്ഷേ പോകുകയായിരിക്കാം. അവിടെ 330-50 31,000 ഓർഡർ കിടപ്പുണ്ട്. ടോട്ടൽ വോളിയം 48,000 ബൈയിങ് സൈഡിലുണ്ട്. സെല്ലിംഗ് സൈഡ് അതിൻ്റെ പകുതിയേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയാൽ ഏകദേശം ഇന്നത്തെ നമ്മുടെ പരിപാടി അവിടെ കൊണ്ട് കഴിയാൻ സാധ്യതയുണ്ട്. ലോയിൽ കാര്യമായിട്ടുള്ള ഓർഡർ ഇല്ല. 330-40 9,000 10,000 35 11,000 ഓർഡർ ഉണ്ട്. അത്രയും ചെന്ന് മാർക്കറ്റ് എടുക്കാനാണ് സാധ്യത. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് എല്ലാം അവിടെ ഉള്ളതൊക്കെ എടുത്തിട്ട് മാർക്കറ്റ് തിരികെ മുകളിലേക്ക് പോരാം. സെയിം ടൈം നിഫ്റ്റി 50 നല്ല രീതിയിൽ മുകളിലേക്ക് തന്നെ കയറുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ ദാറ്റ് അവിടെ നടക്കുന്നത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആകാനുള്ള സാധ്യതയാണ് നമുക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. ഈ ക്യാൻഡിൽ ലോ വരുന്നത് 330.55 330.50 ക്ലിയർ ആവണം. അവിടെ നല്ല സ്റ്റോപ്പ് ലോസ് ഉണ്ടായേക്കാം. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ചു പോരാം. അല്ലെങ്കിൽ പോരണമെന്നാണ് നമ്മുടെ ആഗ്രഹം, കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് അതിൻ്റെ താഴെയാണ്. മാർക്കറ്റ് ഇന്നത്തെ ഡേ ലോയെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒപ്പം സപ്പോർട്ട് ലൈനിനെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വോളി ഇവിടെ കിടക്കുന്നുണ്ടോ, അതായത് 330 നല്ല വോളി, 126K വോളിയുണ്ട്. അതും ക്ലിയർ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്ന് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. 152K വോളിയം ബൈയിങ് സൈഡിലേക്ക്. സോ മാർക്കറ്റ് താഴെ പോകാൻ സാധ്യത. നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. $330 ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. 330 ഇന്നത്തെ ഡേലോയായിട്ട് മാർക്കറ്റ് ഒരു തവണ അതിൽ ടച്ച് ചെയ്തു. അവിടെ നിന്ന് റിജക്റ്റായി പോകുന്നത് പോലെയാണ് തോന്നിക്കുന്നത്. ഓക്കെ, നിഫ്റ്റി 50 അവിടെ സ്വിംഗ് ഹൈ കഴിഞ്ഞ് സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. സോ ദാറ്റ്
അവിടെ സ്റ്റോപ്പ് ലോസ് എന്താ പറയണേ ഹണ്ടിങ് നടത്തി തിരികെ മാർക്കറ്റ് പോരുന്നു എന്നൊരു പ്രതീക്ഷയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇതെല്ലാം നമ്മുടെ തോന്നലുകൾ, സാധ്യതകളാണ് നമ്മൾ പറയുന്നത്. എല്ലായ്പ്പോഴും ഇത് അങ്ങനെ തന്നെ സംഭവിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. നമ്മളുടെ തോന്നലുകൾക്കൊക്കെ 50-50% മാത്രം വെയിറ്റേജേ ഉള്ളൂ. ഓരോന്നും കേൾക്കുമ്പോഴും അത് നിങ്ങൾ ഓർത്തോണം. ആ ക്യാൻഡിൽ അങ്ങനെ ഒരു ഡോജി ക്യാൻഡിലായിട്ട് അവസാനിച്ചിട്ടുണ്ട്. ഇത്തരം ക്യാൻഡിലുകൾ പൊതുവെ താഴത്തേക്കുള്ളൊരു ട്രെൻഡിനെയാണ് സൂചിപ്പിക്കാറുള്ളത്. ഒരു ഷൂട്ടിംഗ് സ്റ്റാറാണ്. സോ താഴത്തേക്ക് മാർക്കറ്റ് മേ ബി പോയാൽ അത്ഭുതപ്പെടാനില്ല, നമ്മളത് പ്രതീക്ഷിക്കുക. പക്ഷേ ഇവിടെ ഒരു വിരോധാഭാസമാണ് എന്ന് പറയാം. സെയിം ടൈം നിഫ്റ്റി 50 നല്ലൊരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് വരുന്നു എന്നതുമാണ് കാണിക്കുന്നത്. എന്താണെന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. 330 ആ ഓർഡർ അവിടെ കിടപ്പുണ്ട്. 138K വോളിയം അവിടെ കാണിക്കുന്നുണ്ട്. അത് ഹ്യൂജ് വോളിയാണ്. അതെടുക്കാതെ മാർക്കറ്റ് അങ്ങനെ തിരിച്ചു പോവുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല. മാർക്കറ്റ് എവിടെ എന്ത് കാണുന്നോ ഹ്യൂജായിട്ട് അത് ചെന്ന് എടുക്കുന്നതാണ് കാണാറുള്ളത്. നമുക്ക് നോക്കാം. മാർക്കറ്റ് 330 ആ ഓർഡർ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. 330 എത്തുന്നില്ല എന്നതാണ് കാണാൻ പറ്റുന്നത്. അത് ക്ലിയറായി കഴിഞ്ഞാൽ തിരികെ പോയേക്കാം. തിരികെ പോകാനുള്ള സാധ്യത കുറവാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനാണ് സാധ്യത. കാരണം നിഫ്റ്റി അവിടെ ഫോളോ ചെയ്യുന്നു. ലെ ഓർഡർ ക്ലിയർ ആകുന്നു. സെല്ലിംഗ് സൈഡിലേക്ക് മാർക്കറ്റ് ഓർഡർ വന്നാൽ മാത്രമേ അത് ക്ലിയർ ആവത്തുള്ളൂ. അതിപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. 165K വോളിയം ഈ ക്യാൻഡിൽ കാണിച്ചിട്ടുണ്ട്. ഡേ ലോ വന്നേക്കുന്നത് 29.80. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉള്ളത് 29.65. ബൈയിങ് സൈഡിൽ തന്നെയാണ് കൂടുതൽ വോളിയം ഇപ്പോഴും കാണിക്കുന്നത്. സോ ദാറ്റ് നമ്മുടെ ട്രേഡ് ഇപ്പോൾ അവസാനിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ജസ്റ്റ് 15 പൈസയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ലോയുമായിട്ട്. അറ്റ് ദ സെയിം ടൈം നിഫ്റ്റിയും നല്ലൊരു ക്യാൻഡിൽ താഴത്തേക്കാണ് വെച്ചേക്കുന്നത്. അധികം നേരം നമ്മളിനി നോക്കിയിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നമുക്ക് കുറച്ച് നേരത്തിന് ശേഷം നോക്കാം. കഴിഞ്ഞ ക്യാൻഡിൽ അങ്ങനെ 219K വോളിയത്തിൽ അത്യാവശ്യം നല്ലൊരു ക്യാൻഡിൽ താഴത്തേക്ക് വെച്ചിട്ടുണ്ട്. മേ ബി അതൊരു ട്രാപ്പിംഗ് ക്യാൻഡിൽ ആയേക്കാം. അങ്ങനെയാണെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ, അതിൻ്റെ ഹൈ വരുന്നത് 330-40 അപ്പോൾ അതിൻ്റെ ഹൈ ബ്രേക്ക് ആയാൽ മാർക്കറ്റ് തിരിച്ചവിടുന്ന് റിവേഴ്സായി പോന്നേക്കാം. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു എന്ന് നമുക്ക് കരുതാം അങ്ങനെയാണെങ്കിൽ. അപ്പോൾ മേ ബി അതൊരു ട്രാപ്പ് ആയിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇൻഡെക്സിൽ മാർക്കറ്റ് ട്രെൻഡ് ലൈൻ കട്ട് ചെയ്തതിന് ശേഷം മുകളിൽ തന്നെ ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് സൈഡ് വൈസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടോട്ടലി മാർക്കറ്റ് ഇന്ന് സൈഡ് വൈസ് ആണ് ഓപ്പണിംഗ് തൊട്ട്.
സെയിം ടൈം നമ്മുടെ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ ഒരു ട്രെൻഡ് ലൈൻ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈൻ ഇവിടെ വെച്ചിട്ടൊരു തീരുമാനമാകാം, ഒരു റിവേഴ്സൽ ട്രെൻഡ് കട്ട് ചെയ്ത് തിരികെ വരാം. അപ്പോൾ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ വലിയൊരു മൂവ് ബാക്ക് വേർഡ് തിരിച്ച് വന്നേക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു രീതി കണ്ടിരുന്നു. അതായത് നമ്മൾ എൻട്രി എടുത്തു, വളരെ അധിക സമയത്തിന് ശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് വരെ വന്നിട്ട് തിരികെ പോയി മാർക്കറ്റ് നമുക്ക് ടാർഗറ്റ് തന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ എൻട്രി വളരെ മുന്നേ എടുത്തിരുന്നു. അതായത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചധികം ബെറ്റർ പ്ലേസ് നമുക്ക് കിട്ടിയേനെ. ഇവിടെ തന്നെ നമ്മൾ ഫസ്റ്റ് എൻട്രി എടുത്തത് ഈ ടോപ്പിലാണ് എടുത്തത്, ഈ പ്രൈസ് ആക്ഷൻ ലൈനിന് മുകളിൽ. ദെൻ അടുത്ത എൻട്രി നമ്മൾ ഇവിടെ എടുത്തു, അതിനുശേഷം ഇവിടെ 31 എടുത്തു. 31 വളരെയധികം സമയം വീണ്ടും വീണ്ടും വന്ന് ഹിറ്റ് ചെയ്തായിരുന്നു. സോ ദാറ്റ് ഈ ലോയിലോ അല്ലെങ്കിൽ ഈ ലോ ടച്ച് ചെയ്തിട്ട് ഈ സപ്പോർട്ട് ലൈൻ വന്ന് തിരികെ വന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറുന്ന സമയത്തോ ഒരു റിവേഴ്സൽ, റെഡ് ക്യാൻഡിൽ റിവേഴ്സൽ കിട്ടുന്ന സമയത്തോ നമ്മൾ എൻട്രി എടുത്താൽ മതിയായിരുന്നു എന്നതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ട്രയൽ ആൻഡ് എറർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഒരു സ്ട്രാറ്റജി ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പൊസിഷൻസ് നമുക്കിതിലൂടെ കണ്ടെത്താൻ പറ്റും. ആഫ്റ്റർ ദാറ്റ് നമുക്കത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി എഡ്ജ്, പ്രോഫിറ്റബിൾ എഡ്ജ് കുറച്ചധികം കൂടുതൽ കിട്ടും. ഇപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ നല്ല റിസ്ക് റിവാർഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഈ നോക്കി കാണുമ്പോൾ കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് പതുക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം ഇത്. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് അങ്ങനെ ഇപ്പോൾ ട്രിഗർ ആയായിരുന്നു. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, നമ്മുടെ നെറ്റ് ലോസ് 0.5% ഇവിടെ നമ്മൾ കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് മാർക്കറ്റ് തിരിച്ച് കയറുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ അത് ഹൈയുടെ അടുത്ത് തന്നെയാണ്, അത് സ്റ്റിൽ മുകളിലേക്ക് പോവുകയാണ്. മേ ബി ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കുറച്ചധികം നേരം കഴിഞ്ഞിട്ടേ മനസ്സിലാകത്തുള്ളൂ കാര്യം എന്താണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആക്ച്വലി എൻട്രി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആയിരുന്നു ഏത്, നമ്മളുടെ ഈ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ തൊട്ട് മുകളിൽ. ഇവിടെ നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ അത് ഞാൻ 1 മിനിറ്റിൽ നിങ്ങളെ കാണിച്ചു തരാം. 1 മിനിറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഫസ്റ്റ് ക്യാൻഡിൽ വെച്ചു, അതിനുശേഷം കൃത്യമായൊരു റെഡ് ക്യാൻഡിൽ 1 മിനിറ്റിൽ തന്നു. ഇവിടെ നിന്ന് മുകളിലേക്ക് നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് മെഷർ ചെയ്ത് നോക്കാം. നമ്മൾ 0.5% അവിടെ നിന്ന് വെച്ചാൽ എവിടെ വരെ വെക്കേണ്ടി വരും, 0.5%. ഓക്കെ, ഇനി നമുക്ക് 5 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ല, അതൊന്ന് ക്ലിയർ ചെയ്തേക്കാം. അത് ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് വേണ്ടത് എത്രയാണ്, 1:2 ആണ് മിനിമം വേണ്ടത്. ഇവിടെ വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 1:2.06 ഉണ്ട്. അതായത് ഫസ്റ്റ് ക്യാൻഡിൽ ഫസ്റ്റ് 2 ക്യാൻഡിലിൽ നിന്ന് തന്നെ നമുക്ക് 1% എബവ് അവിടെ കിട്ടുമായിരുന്നു. അത് മാത്രമല്ല ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചത് എത്ര, 0.5% ആണ്. 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചപ്പോൾ നമുക്ക് കാണാം അത് വരുന്നത് 29.25 മാർക്കറ്റിൻ്റെ ഇന്നത്തെ ലോ എന്ന് പറയുന്ന ഈ ക്യാൻഡിലാണ് വെച്ചേക്കുന്നത്. അത് വരുന്നത് 29.55. ഓക്കെ, അതായത് ആ സ്റ്റോപ്പ് ലോസ് ഇപ്പോഴും ട്രിഗർ ആയിട്ടുണ്ടാവില്ല എന്നതാണ്. ഇനി മാർക്കറ്റ് ഇന്നിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ മാർക്കറ്റ് വീണ്ടും കട്ട് ചെയ്യാൻ പോവുകയാണ്, നിഫ്റ്റി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാർട്ട് ഈ പറയുന്ന പോലെ താഴത്തേക്ക് ഇത്ര നേരം മുകളിലേക്ക് കയറാൻ പറ്റാതെ നിൽക്കുവാണ്. എന്നിരുന്നാൽ പോലും അതിനോടൊപ്പം തന്നെ ഇതും മേ ബി പോന്നേക്കാം. കാരണം ഈ താഴത്തേക്ക് പോകുന്ന ക്യാൻഡിലുകളൊക്കെ നമുക്ക് കാണാം, അതൊന്നും വലിയ വോളിയം ഉള്ളതല്ല. പക്ഷേ മുകളിലേക്ക് വന്നപ്പോഴൊക്കെ നല്ല വോളിയം കാണിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഓൾ ടൈം ഹൈ കട്ട് ചെയ്യുന്നതോടുകൂടി ഇതും കൂടെ തിരിച്ച് മുകളിലേക്ക് പോരാം. അപ്പോൾ നമുക്കിന്ന് 2 എൻട്രികളാണ് എടുക്കാൻ പറ്റുമായിരുന്നത്. ഒന്ന് ഇവിടെ കട്ട് ചെയ്ത് മുകളിൽ പോയി, മേ ബി തിരിച്ചിങ്ങോട്ട് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എവിടുന്നെങ്കിലും താഴത്തേക്ക് എൻട്രി എടുക്കാമായിരുന്നു. അതും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് പോകാം. ഇവിടെ നമ്മൾ താഴത്തേക്ക് ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോയിൽ എൻട്രി എടുത്തിരുന്നെങ്കിൽ പിന്നീട് 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഇവിടെ എൻട്രി എടുത്തതിന് ശേഷം അത് ഇതുവരെ ഹിറ്റ് ചെയ്തിട്ടില്ല. ഒപ്പം തന്നെ താഴത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1:2 വരുന്നത് ഇവിടെ വരെയാണ്. അപ്പോൾ ഇതും കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ, അപ്പോൾ സ്റ്റിൽ 1:1 എബോ ഈ സൈഡിലേക്കും അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും ഇനി പോകാം, രണ്ടിലൊന്ന്. ഇപ്പോൾ നമ്മളെടുത്ത ഡയറക്ഷൻ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഇനി ഈ ഡയറക്ഷൻ ഇങ്ങ് പോരുകയാണെങ്കിൽ അങ്ങോട്ടേക്കൊരു എടുത്തവർക്കൊക്കെ ടാർഗറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലൊരു എൻട്രി ഈ പറയുന്ന പോലെ ഈ ലൈനിനോട് ചേർന്നിട്ട് അല്ലെങ്കിൽ ഒരു ഇവിടെയും എടുത്താലും മോശമൊന്നും പറയാനില്ല, നമ്മളെടുത്ത് ഇവിടെ തന്നെയാണ്. സോ നമ്മുടെ എൻട്രി അത്ര മോശം എൻട്രി എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ആവറേജ് പ്രൈസ് ഇതായിരുന്നു, 331 സംതിങ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവം മോശമല്ല. പക്ഷേ ഈ ഒരു സപ്പോർട്ട് ലൈനെ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്. നമ്മൾ ഏതൊരു ചാൻസ് എടുക്കുമ്പോഴും 50-50% അതിന് വിൻ റേഷ്യോ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കുമ്പോൾ നമുക്കിപ്പോൾ അറിയാൻ പറ്റും, കുറച്ചധികം ട്രേഡ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് 50-50 അല്ല, അതിൽ കൂടുതൽ നമുക്കൊരു വിൻ പ്രോബബിലിറ്റി ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ ട്രെൻഡ് റിവേഴ്സൽ ഡേയ്സിൽ വരുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ഇന്നത്തെ ഡേ ഹൈ, ഇൻഡെക്സിൻ്റെ ഡേ ഹൈ വരുന്നത് നമുക്കിവിടെ കാണാം 258 ആണ്. അപ്പോൾ ഇത് ആ ഡേ ഹൈയുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഡേ ഹൈ ബ്രേക്ക് ചെയ്തത് പോയേക്കാം. ഒപ്പം തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച സെയിം ക്യാൻഡിൽ തന്നെ ബുള്ളിഷ് ക്യാൻഡിലായിട്ടാണ് അവസാനിച്ചേക്കുന്നത്. നമ്മളെന്ത് പറഞ്ഞു? സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്ന പ്രതിഭാസം എന്താണെന്ന് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ താഴ്ത്ത് വെച്ച ആൾക്കാരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറയുന്നത് 329 രൂപ 55 പൈസയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബൈയിങ് സൈഡിലെ വോളിയം കുറവും സെല്ലിങ് സൈഡിൽ കൂടുതലുമാണ്. ഓക്കെ, ഇതെല്ലാം പറയുമ്പോഴും മാർക്കറ്റിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കാം എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് മാർക്കറ്റിൻ്റെ ഒരു തിയറി ആയിട്ട് അവിടെ നിലനിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.